ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ കൊടൈക്കനാലിന്റെ പെറ്റ്ഫ്ലിക്സിലാണുള്ളത്. അപ്പൊ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയപ്പോൾ കണ്ടത് 2 ഡോഗ്സിനെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഒരുപാട് നേരം അവരുടെ ഒപ്പം കളിച്ചു കേട്ടോ. അവയ്ക്കാണ് ഭയങ്കര ഹാപ്പി ആയത്. കാരണം അവൾക്ക് ഇങ്ങനെ ഡോഗ്സിനൊക്കെ കളിപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഡോഗിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് റാറ്റ് ഉണ്ടായിരുന്നു, റാബിറ്റ് ഉണ്ടായിരുന്നു, മുള്ളംപന്നി, ഗിനിപ്പന്നി, അങ്ങനെ ചെറിയ ചെറിയ ആനിമൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും നമ്മൾ എടുത്തില്ല, അതിനൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ബേർഡ്സിൻ്റെ അടുത്തേക്കാണ്. ഒരുപാട് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്. ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ലെങ്തി വീഡിയോ ആവണ്ടാച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതും വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒപ്പം സൗണ്ട് ഉണ്ടാക്കണോ അല്ലെങ്കിൽ അവരോടൊപ്പം സംസാരിക്കണോ, അതൊക്കെ അവർക്ക് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. എപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ലാത്ത കാരണം അവർക്കത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കോഴി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനൊക്കെ കളിപ്പിച്ച് നടന്നപ്പോൾ പിള്ളേർ ഉണ്ണിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളാണെങ്കിൽ ഒരുപാട് ബേർഡ്സിനെ കുറിച്ചിട്ട് കണ്ടു, അതിനെക്കുറിച്ച് ചോദിച്ചു അറിഞ്ഞു അങ്ങനെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബേർഡ്സിനെ ഫീഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു പേർഷ്യൻ ക്യാറ്റിനെ കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ അതിനെ കുറച്ച് നേരം എടുത്തു, കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സീഡൊക്കെ തന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ ഒരുപാട് ബേർഡ്സ് നമ്മുടെ കയ്യിൽ വന്നിരിക്കും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ഷോൾഡറിലും തലയിലും അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ മാലയൊക്കെ കറക്റ്റായിട്ട് അവർക്ക് അറിയാതെ തുറക്കാനൊക്കെ ചേട്ടൻ്റെ മാല എടുത്തിട്ട് തുറന്നിട്ട് പോയി നിന്നിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഉണ്ണിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് കാരണം അവൾ കയ്യിൽ വെച്ചില്ല. അപ്പോൾ ആൾ നേരെ കൊണ്ടുവന്നിട്ട് തലയിൽ വെച്ച് കൊടുത്തു കേട്ടോ ബേർഡിനെ. അപ്പോൾ ആൾ കുറച്ച് നേരം നിന്നു, ഹാപ്പി ആയിരുന്നു. അതുപോലെ ഉണ്ണിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്ക്, നന്നായിട്ട് സംസാരിക്കുന്ന വേർഡാണ് കേട്ടോ. ആൾ ഹായ് എല്ലാം പറയും, നമ്മുടെ പേര്. നമ്മൾ ബൈ പറയുമ്പോൾ ആളിപ്പോൾ ബൈ പറയുന്നതാണ് കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ടൈം. ഇവർക്ക് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ നമ്മൾ കാട്ടുപൂച്ചേനെ കണ്ടു, പിന്നെ ഇഗ്വാനേനെ കണ്ടു. ഇഗ്വാന ഞാൻ എടുത്തില്ല, പക്ഷെ ചേട്ടൻ എടുത്തു. ചേട്ടൻ്റെ ഷോൾഡറിൽ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം അതിനെ നന്നായിട്ട് മേലെ കൊഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ലെതർ ബാഗൊക്കെ തുടർന്ന പോലെ കേട്ടോ, ലെതർ പോലെ അതിൻ്റെ പുറമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് റെപ്റ്റൈൽസിൻ്റെ അടുത്തേക്കാണ്. ഇത് പടം പൊഴിക്കാനായിട്ട് കിടന്ന കാരണം മലമ്പാമ്പിനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഈ ഒരു പാമ്പിനാണ് എടുത്തു തന്നു, പക്ഷെ ഞാൻ കയ്യിലെടുത്തില്ല, എനിക്ക് പേടിയാണ്. തൊട്ടു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൈ.